നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അസമിൽ കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ 24 മണിക്കൂറിൽ 5 പേർ കൂടി മരിച്ചു. ഇതോടെ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 84ആയി. 27 ജില്ലകളിലായി ഏകദേശം 1.439 ദശലക്ഷം ആളുകളെ വെള്ളപ്പൊക്കം ബാധിച്ചു. ബ്രഹ്മപുത്ര നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ നെമാദിഘട്ട്, ത്രോസൂർ, ഗുവാഹത്തി, ധ്രുബി എന്നിവിടങ്ങളിൽ അപകട സാധ്യത കൂടുതലാണ്. ബീഹാറിൽ വെള്ളിയാഴ്ച വരെ വളരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് 115.5 മുതൽ 204.4 മില്ലിമീറ്റർ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ഖേരി, ബലാറാപൂർ, സിദ്ധാർത്ഥ നഗർ, മഹാരാജ്പൂർ, ഖൊരാഗ്പൂർ, ഖുഷിനഗർ, ഡിയോറിയ, സാന്റ് കബീർ നഗർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗോവയിൽ ഒറ്റപ്പെട്ടതോ കനത്തതോ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അരുണാചൽ പ്രദേശിലെ ഖർസിംഗയിൽ മണ്ണിടിച്ചിൽ കാരണം പ്രധാന പാതകൾ അടച്ചിട്ടുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അടുത്ത 5 ദിവസവും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഉത്തർപ്രദേശിൽ കനത്ത മഴ തുടരുകയാണ്. അയോധ്യയിൽ സരയൂ നദി കരകവിഞ്ഞൊഴുകിയതോടെ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ പ്രളയം രൂക്ഷമായ ചമ്പാവത് മേഖലയിൽ നിന്നും 400ഓളം കുടുംബങ്ങളെയാണ് ഒഴിപ്പിച്ചിട്ടുള്ളത്. അതിനിടെ അസമിൽ പ്രളയത്തിൽ കൊല്ലപ്പെട്ടത് 6 കാണ്ടാമൃഗങ്ങളെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. 130 വന്യജീവികളാണ് പ്രളയത്തിൽ കാസിരംഗ ദേശീയ പാർക്കിൽ കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട്. അടുത്ത കാലമുണ്ടായതിൽ ഏറ്റവും രൂക്ഷമായ വെള്ളപ്പൊക്കമാണ് അസമിൽ ഉണ്ടായിരിക്കുന്നത്. ചത്ത വന്യമൃഗങ്ങളിൽ ബഹുഭൂരിപക്ഷവും മുങ്ങി മരിച്ചതാണെന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. 117 ഹോഗ് മാനുകൾ, 2 സാബർമാൻ, 1 കുരങ്ങൻ, 1 നീർനായ എന്നിങ്ങനെയാണ് വെള്ളപ്പൊക്കത്തിൽ കൊല്ലപ്പെട്ടവർ. നേരത്തെ 2017 350 വന്യജീവികളാണ് വെള്ളപ്പൊക്കത്തിലും വാഹനങ്ങൾ തട്ടിയും കൊല്ലപ്പെട്ടത്. വെള്ളപ്പൊക്കത്തിൽ നിന്ന് 97 വന്യജീവികളെ രക്ഷിച്ചതായും ദേശീയ പാർക്ക് അധികൃതർ വിശദമാക്കിയിരുന്നു. 25ഓളം ജീവികൾക്ക് ചികിത്സ നൽകുകയാണെന്നും ശേഷിച്ചവയെ ചികിത്സ നൽകി തിരികെ അയച്ചതായും പാർക്ക് അധികൃതർ വിശദമാക്കുന്നുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമുള്ള ദേശീയ പാർക്കാണ് കാസിരംഗയിലേത്. പ്രളയത്തിൽ വീട് നഷ്ടമായവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഉൾപ്പെടുത്തി പുതിയ വീടുകൾ നൽകുമെന്നും അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാംരൂർ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച ശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഉത്തരാഖണ്ഡിലെ ചാമേലിയിൽ നേരിയ ഭൂചലനവും ഉണ്ടായിരുന്നു. ഹിമാചൽ പ്രദേശിൽ വിവിധ ഇടങ്ങളിലായി ഭൂമി വിണ്ടുകീറിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ തുടരുന്ന കനത്ത മഴയിൽ അസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രളയം തുടരുകയാണ്. ഈ ആഴ്ച അവസാനം വരെ കനത്ത മഴ ഈ പ്രദേശങ്ങളിൽ തുടരുമെന്നാണ് പ്രവചനം. അതിനിടെ 117 അപൂർവയിനം മാനുകൾ, 2 മ്ലാവുകൾ, ഉത്തരേന്ത്യയിൽ കണ്ടുവരുന്ന പ്രത്യേകതരം സിംഹവാലൻ കുരങ്ങുകൾ എന്നിവയാണ് പ്രളയത്തിൽ ചത്തത്. ഇതിനു മുമ്പ് 2017 കൂടുതൽ മൃഗങ്ങൾ പ്രളയത്തിൽ കൊല്ലപ്പെട്ടത്. അന്ന് 350 മൃഗങ്ങളാണ് പ്രളയത്തിലും വാഹനമിടിച്ചും ചത്തത്. 97 മൃഗങ്ങളെ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിൽ 25 എണ്ണത്തിന് വൈദ്യസഹായം നൽകി. 52 മൃഗങ്ങളെ വൈദ്യ ചികിത്സ നൽകിയ ശേഷം വിട്ടയച്ചു. ലോകത്തെ ഏറ്റവും കൂടുതൽ കാണ്ടാമൃഗങ്ങളുള്ള കാശിരംഗ ദേശീയ ഉദ്യാനത്തിലാണ് കാണ്ടാമൃഗങ്ങൾ ചത്തത്. 2400 കാണ്ടാമൃഗങ്ങളാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടി ഇവിടെയുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.